നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പാണ് ഡീപ് പ്രൊപ്പൽസ്. ഈ കമ്പനി ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ റൊട്ടേറ്റിംഗ് ഡിറ്റോണേഷൻ എഞ്ചിൻ നിർമ്മാണത്തിൽ വിജയം കൈവരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ലബോറട്ടറിയിൽ നടത്തിയ ഈ പരീക്ഷണ വിജയത്തിന് പിന്നാലെ ഈ സാങ്കേതികവിദ്യ ഇനി ആകാശത്ത് പരീക്ഷിച്ചു നോക്കാൻ കമ്പനി ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അടുത്ത വർഷം ഗൈഡൻസ് സിസ്റ്റങ്ങളില്ലാതെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ പരീക്ഷണം രാജ്യത്തിന്റെ മിസൈൽ നിർമ്മാണ രംഗത്ത് വലിയൊരു നാഴികക്കല്ലാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സൗരഭ് ജ അടുത്തിടെ ഒരു പോഡ്കാസ്റ്റിലാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. പരീക്ഷണ മിസൈലിന് ഗൈഡൻസ് സംവിധാനം ഉണ്ടായിരിക്കില്ലെന്നും പ്രധാനമായും എഞ്ചിന്റെ വായുവിലെ പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും പരിശോധിക്കായിരിക്കും ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റൊട്ടേറ്റിംഗ് ഡിറ്റോണേഷൻ സാങ്കേതികവിദ്യ അഥവാ RDE സാങ്കേതികവിദ്യയുടെ പ്രധാന പ്രത്യേകത ഉയർന്ന ഊർജ്ജക്ഷമതയും താരതമ്യേന ചെറിയ വലുപ്പവുമാണ്. അതിനാൽ പരമ്പരാഗത എഞ്ചിനുകളെ അപേക്ഷിച്ച് ചെറിയ മിസൈൽ ബോഡിയിൽ ഉയർന്ന പ്രകടനം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പരമ്പരാഗത ജെറ്റ് എഞ്ചിനുകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങളെ അതിവേഗ ഊർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതികവിദ്യയാണ് റൊട്ടേറ്റിംഗ് ഡിറ്റോണേഷൻ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. സാധാരണ എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വലിപ്പം വളരെ കുറവാണ്, എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജവും കാര്യക്ഷമതയും വളരെ കൂടുതലുമാണ്. 5 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള ഈ എഞ്ചിൻ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് മാക് 3 മുതൽ 4 വരെ വേഗതയിൽ സഞ്ചരിക്കാനും സാധിക്കും. ബ്രഹ്മോസ് പോലെയുള്ള നിലവിലെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ച് വലിപ്പം കുറവായിരിക്കുമെങ്കിലും സമാനമായ ദൂരപരിധി ലക്ഷ്യമിടുന്നതാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷത. ഏകദേശം 8.4 മീറ്റർ നീളവും 2.5 മുതൽ 3 ടൺ വരെ ഭാരവുമുള്ള ബ്രഹ്മോസിനേക്കാൾ വളരെ ചെറിയ മിസൈൽ രൂപകൽപ്പനയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഡീപ് പ്രൊപ്പൽസിന് പ്രതിരോധ സാങ്കേതിക വിദ്യാ രംഗത്തെ പരിചയസമ്പന്നരുടെ പിന്തുണയുമുണ്ട്. മിസൈലിന്റെ പുറംചൊട്ടയും അനുബന്ധ സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതിനായി മുൻ DRDO ശാസ്ത്രജ്ഞർ കമ്പനിയിൽ പ്രവർത്തിക്കുന്നതായി സൗരഭ് ജ വെളിപ്പെടുത്തി. ഇന്ത്യയുടെ സ്ക്രാംജെറ്റ് എഞ്ചിൻ പദ്ധതിക്ക് നേതൃത്വം നൽകുകയും ആകാശ് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്ത മുൻ DRDO ശാസ്ത്രജ്ഞൻ ഡോക്ടർ വി രാമാനുജാചാരി കമ്പനിയുടെ കോ ഫൗണ്ടറാണ്. മുൻ DRDO മേധാവി ഡോക്ടർ VK സരസ്വത് കമ്പനിയുടെ ചെയർമാനായും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അനുഭവ സമ്പന്നരുടെ വലിയൊരു നിര തന്നെ പട്ടികയിലുണ്ട്. ഈ പരീക്ഷണ മിസൈലിന്റെ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത ബ്രഹ്മോസിനോട് സാമ്യമുള്ള എയർ ഇൻടേക്ക് സംവിധാനമാണ്. മാക് 3 മുകളിലുള്ള വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ എഞ്ചിനിലേക്ക് ആവശ്യമായ വായു എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ എയർ ഇൻടേക്കിന് ശേഷം നടക്കുന്ന ഇന്ധന ജ്വലന പ്രക്രിയ പരമ്പരാഗത ജെറ്റ് എഞ്ചിനുകളിൽ നിന്നും വ്യത്യസ്തമാണ്. എയർ ഇൻടേക്ക് എന്നാൽ എഞ്ചിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വായു പുറത്തു നിന്നുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മൾ മനുഷ്യർക്കും ശ്വസിക്കാൻ മൂക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എഞ്ചിനുകളുടെ മൂക്കെന്ന് വേണമെങ്കിൽ എയർ ഇൻടേക്കിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ മുൻനിര സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിനേക്കാൾ വളരെ വലിപ്പം കുറഞ്ഞതായിരിക്കും ഈ പുതിയ മിസൈൽ. 2027 പരീക്ഷണ പറകൽ ഒരു പൂർണ്ണമായ ക്രൂയിസ് മിസൈൽ പരീക്ഷണമാകില്ലെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. ഗൈഡൻസ് സംവിധാനങ്ങളില്ലാത്ത പരീക്ഷണമായിരിക്കും നടക്കുക. RDE എഞ്ചിന് പറക്കലിനിടെ ആവശ്യമായ ത്രസ്റ്റ് നൽകാനും സ്ഥിരതയോടെ പ്രവർത്തിക്കാനും കഴിയുമോ എന്നതാണ് പ്രധാനമായും അപ്പോൾ പരിശോധിക്കുക. ഈ വർഷം ജൂലൈയിൽ ഹൈദരാബാദിലെ DRDO കേന്ദ്രത്തിൽ നടത്തിയ ദീർഘനേരത്തെ ഗ്രൗണ്ട് ഫയർ ടെസ്റ്റിലൂടെ കമ്പനി സാങ്കേതിക വിദ്യയിൽ ടെക്നോളജി റെഡിനെസ് ലെവൽ 5 മുകളിലെത്തിയതായും വ്യക്തമാക്കിയിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന അന്തരീക്ഷത്തിലും പ്രവർത്തിക്കാൻ സഹായിക്കുന്ന പ്രത്യേക നോസിലും പരീക്ഷണത്തിൽ ഉപയോഗിച്ചു. ടെക്നോളജി റെഡിനെസ് ലെവൽ എന്നത് ഒരു പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ എത്രത്തോളം വികസിച്ചു എന്നും അത് ഉപയോഗിക്കാൻ എത്രത്തോളം സജ്ജമായി എന്നും അളക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര അളവുകോലാണ്. 2027 ഡിസംബറോടെ RDE സാങ്കേതിക വിദ്യയ്ക്ക് ടെക്നോളജി റെഡിനെസ് ലെവൽ അഥവാ TRL 7 കൈവരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. തുടർന്ന് 2029 ഡിസംബറോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ പരീക്ഷണങ്ങൾക്ക് RDE അധിഷ്ഠിത ആയുധങ്ങൾ തയ്യാറാക്കുക എന്നതാണ് ദീർഘകാല പദ്ധതി. സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും RDE സാങ്കേതിക വിദ്യയ്ക്ക് വലിയ സാധ്യതയുണ്ടെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ. ബ്രഹ്മോസ് പോലുള്ള അത്യാധുനിക മിസൈലുകൾക്ക് ഉയർന്ന ചെലവായതിനാൽ അവ വലിയ തോതിൽ ഉപയോഗിക്കുന്നത് സാമ്പത്തികമായി പ്രായോഗികമല്ലെന്നതാണ് ഇതിന് പിന്നിലെ വാദം. ഇതിന് പകരമായി കുറഞ്ഞ ചെലവിൽ വലിയ തോതിൽ നിർമ്മിക്കാവുന്ന RDE മിസൈലുകൾ ഭാവിയിൽ ഉപയോഗിക്കാനായാൽ വലിയ ഭീഷണിയുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ വില കൂടിയ മിസൈലുകൾ ഉപയോഗിക്കുന്നത് മാറ്റിവെക്കാനും ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണത്തിലൂടെ സമ്മർദ്ദത്തിലാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ബ്രഹ്മോസിന് പകരക്കാരനായി മാത്രമല്ല ബ്രഹ്മോസ് പോലുള്ള ഉയർന്ന ശേഷിയുള്ള മിസൈലുകൾക്കൊപ്പം പ്രവർത്തിക്കുന്ന കുറഞ്ഞ ചെലവിലുള്ള മറ്റൊരു ആയുധ നിരയായും RDE അധിഷ്ഠിത മിസൈലുകളെ വികസിപ്പിക്കാനാണ് ഡീപ് പ്രൊപ്പൽസ് കമ്പനി ലക്ഷ്യമിടുന്നത്.